ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. മണ്ഡല പുനർനിർണയവും ത്രിഭാഷാ പഠനവും അടക്കം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ ഫെഡറൽ സംവിധാനത്തിന് എതിരാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ്. മണ്ഡല പുനർനിർണയവും 3 ഭാഷാ പഠനവുമടക്കം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ ഫെഡറൽ സംവിധാനത്തിനെതിരാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് പറഞ്ഞു. ആലുവയിൽ ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറത്തിന്റെ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This is a fundamental scientific that children develop the critical thinking in their own mother tongue, whatever it is. So if you alienate him from the mother tongue, then you are producing not the critical thinking mind. And presently the government, with the particular their background of Manu Samriti and other, they are against critical mind. So that third 3 language formula is basically being imposed. I even question that even Hindi is not a language of communication over there. So what do they want? And now the more important issue is that they have brought that issue on the table, that proportional to the population you will have the seats in the parliament. സ്വാതന്ത്ര്യ സമരത്തിന്റെ വീരമൃത്യു വരിച്ച ഭഗത് സിംഗിന്റെ സഹോദരി പുത്രൻ കൂടിയാണ് മോഹൻ സിംഗ്. GST തന്നെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും പിരിച്ച നികുതിയുടെ ചുരുങ്ങിയ ഭാഗം മാത്രം തിരിച്ചു നൽകുന്ന സാമ്രാജ്യത്വ നടപടിയാണിത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് സ്വന്തമായി പണം കണ്ടെത്താൻ സാധിക്കില്ല. മണ്ഡല പുനർനിർണയം തെക്കൻ സംസ്ഥാനങ്ങളെ പോലെ തന്നെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും പ്രതികൂലമായി ബാധിക്കും. ഇതിന് പിറകിൽ BJP RSS അജണ്ടയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മനുഷ്യന് വിമർശനാത്മക ചിന്തയുണ്ടാവുന്നത് മാതൃഭാഷയിലാണെന്നും മറ്റു ഭാഷകൾ അടിച്ചേൽപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഭഗത് സിംഗ് പൊളിറ്റിക്കൽ ഫോറം കൺവീനർ ജെ ഡെന്നീസ് അധ്യക്ഷത വഹിച്ചു. M ഗോപകുമാർ, രഞ്ജിത്ത് തങ്കപ്പൻ, ഡോക്ടർ V പ്രസാദ്, M ശ്രീകുമാർ, ആനീസ് ജോർജ്, C ദിവാകരൻ, KP സെലീന എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ.